20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് തുടരുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ ഉച്ചയ്ക്ക് മുൻപ് 40% പോളിംഗ്. കേരളം ഇനി ആര് ഭരിക്കുമെന്ന് നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മികച്ച പോളിംഗ് തുടരുകയാണ്. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ 179 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം 20 മിനിറ്റോളം പോളിംഗ് തടസ്സപ്പെട്ടു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ വോട്ട് ചെയ്തു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വോട്ട് നിലമ്പൂരിലെ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ മാതാവ് മറിയുമയ്ക്കും കുടുംബത്തിനുമൊപ്പം രാവിലെ 9:30 ഷൌക്കത്ത് വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. ഞാൻ 2-3 പഞ്ചായത്തുകളിൽ പോയി. കരുളായിലും അതേപോലെ തന്നെ പൂക്കോട്ടുംപാടത്തും നിലമ്പൂരിൻ്റെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ പോയി. നല്ല പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിലൊക്കെ പോലും ഉണ്ടായ ഒരു തുടക്കത്തിലൊരു മന്ദീഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും അതിരാവിലെ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. മാത്രമല്ല, പ്രത്യേകിച്ചും ഇപ്പോൾ SIR ഒക്കെ വന്നതിന് ശേഷം ആളുകൾ, വോട്ടർമാരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നത്, അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്നത്, അവരുടെ റൈറ്റ് അവരുപയോഗിക്കണമെന്നത് അവർ കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ സ്ലിപ്പൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്, പണ്ടില്ലാത്ത പോലെ. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലിയിൽ ലഭിക്കാൻ പോവുകയാണ്. കാരണം ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യത്തെ മത്സരം ഉണ്ടായത് 1965-ലാണ്. 65 ഉണ്ടായ ഈ നിയോജകമണ്ഡലം ഉണ്ടായതിന് ശേഷം ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെൻ്റ് അല്ല പറയുന്ന, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. UDF സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ എന്തായാലും 10 വർഷത്തെ LDF ഭരണം മാറ്റണം. മാത്രമല്ല, നിലമ്പൂരിൻ്റെ വികസന വളർച്ചയ്ക്ക് കേരളത്തിലും LDF ഭരണം, നിലമ്പൂരിലും കേരളത്തിലും UDF ഭരണം, നിലമ്പൂരിലും UDF ഭരണം എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. എനിക്ക് 8 മാസം മുൻപ് എനിക്ക് ലഭിച്ച അംഗീകാരം, ആ അംഗീകാരം ഞാൻ കൃത്യമായി ഉപയോഗിച്ചു ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്നത് ആളുകൾക്ക് ബോധ്യമാണ്. 200 ദിവസം കൊണ്ട് 200 ചില്ലാനം കോടി രൂപയുടെ പദ്ധതികൾ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതൊക്കെ വളരെ കൃത്യമായി ആളുകൾക്ക് ബോധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ലഭിക്കുന്ന 5 വർഷം എന്നത് പറയുന്നത് ജനങ്ങൾ വലിയ ആത്മവിശ്വാസമുണ്ട്, അത് വിനിയോഗിക്കാൻ കഴിയും ഈ നാടിന് വേണ്ടി എന്ന വളരെ കൃത്യമായ ബോധ്യം ആളുകൾക്കുണ്ട്. എന്തായാലും ഒരു നല്ല വിജയം, ഞാൻ പറഞ്ഞതുപോലെ ഒരു ചരിത്ര വിജയം. നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കാത്ത ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. നല്ല സംസ്ഥാനത്ത് നല്ല തരംഗമുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ ഗവൺമെൻറ്റിനൊന്ന് താഴെ ഇറക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഭാവികൾ പോലും ഇന്ന് അവർ പോലും തമ്മിൽ പറയുകയും അവർ പലരും നിസ്സംഗരായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന്. LDF സ്ഥാനാർത്ഥി U ഷറഫലി അരീക്കോട് തെരട്ടമൽ AMUP സ്കൂളിൽ രാവിലെ 7 തന്നെ വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെത്തി വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. NDA സ്ഥാനാർത്ഥി BDJSന്റെ ഗിരീഷ് മേക്കാട് കാരക്കോട് RMAUP സ്കൂളിൽ രാവിലെ 8:30 വോട്ട് രേഖപ്പെടുത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാങ്കുത്ത് GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. നല്ല പ്രതീക്ഷയാണ്, മികച്ച വിജയം നേടും കേരളത്തിൽ എല്ലായിടത്തും. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴത്തെ ഒരു വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് ആഗ്രഹിക്കുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് കുറച്ച് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഓക്കെ. അല്ല, വിവാദങ്ങൾ ഇപ്പോൾ എനിക്കറിഞ്ഞൂടാ, മറ്റേ ജനങ്ങൾ വിവാദങ്ങൾ താല്പര്യമെടുക്കും. ഇന്നിപ്പോൾ കേൾക്കുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ വാർത്ത? അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ
UDF-നെയാണ് ബാധിക്കുക, ദോഷകരമായിട്ട് ബാധിക്കുക. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ജനങ്ങൾക്ക് താല്പര്യം വിവാദങ്ങളല്ല, വികസനവും ക്ഷേമവുമാണ്. അത് ഉറപ്പുവരുത്തുന്നതാണ് LDF-ന്റെ ജനങ്ങൾ പിന്തുണയ്ക്കാനുള്ള കാരണം. നിലമ്പൂരിൽ എന്താണ് പ്രതീക്ഷ? നിലമ്പൂരിൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്ന ഒരു നാടല്ലല്ലോ നിലമ്പൂർ. നിലമ്പൂരിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതു സ്വതന്ത്രനാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനും ജയിക്കാനും കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP നിലമ്പൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 181 നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് ഇതെന്നും 10 വർഷത്തെ തുടർഭരണത്തിൽ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്, അതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് UDF-ന്റെ സാധ്യത? തിരിച്ചുവരവ് ചോദിക്കേണ്ടത് അതന്നെ UDF-ന് ഈ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 100%, നോ ഡൗട്ട്. ആത്മവിശ്വാസം താങ്ക്സ് ടു ലാസ്റ്റ് ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ, അതാണ് ജനം വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിന് എന്തുണ്ടായി? കടം 6 ലക്ഷം കോടിക്ക് വർദ്ധിക്കല്ലാതെ മറ്റെന്തുണ്ടായി? ഇനി ഏതൊരു ഗവൺമെൻറ്റും ഭരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ കടബാധ്യത ഉണ്ടാക്കി വെച്ചു. വീണ്ടും ആ കടബാധ്യത ഓരോ കൊല്ലം കൂടുമ്പോൾ കൂടുകയാണ്. അപ്പോൾ അത്ര ആ ചുറ്റുപാടിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അറിയുന്നവരാരും. അതുകൊണ്ട് BJP CPM ഒരു ഡീലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് UDF-ന്റെ പ്രതീക്ഷകൾക്ക് പഠിക്കാനുണ്ടോ? അല്ല, എല്ലാ ഇലക്ഷനിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തന്ത്രങ്ങളുണ്ടാവും. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണല്ലോ UDF. അവർ രണ്ടും ഒന്നിച്ചു കൂടി നിന്നാലും അവർ വേറെ വേറെ ഡീലുണ്ടാക്കിയാലും ഇതൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമല്ല കേരളത്തിൽ. അതുകൊണ്ട് അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ആ ഭൂരിപക്ഷം ഇത്തിരി കൂടുമോ? കൂടും, ഉറപ്പല്ലേ. കൂടുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങളൊക്കെ പറയും എല്ലാ ആൾക്കാരും വന്നു, എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങൾ 2 കൂട്ടം വന്നു, പോളിംഗ് ശതമാനം കൂടി. ആ പോളിംഗ് ശതമാനം ഇപ്പോഴുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വോട്ട് കൂടിയിട്ടുണ്ടാകുക. കാരണം കഴിഞ്ഞ 6 മാസക്കാലം കൂടി ഭരിച്ചല്ലോ, ആ ഭരണവിരുദ്ധതയും കൂടി പ്രകടമാവും. എണ്ണം കൂടുന്നത് ഈ പെർസെൻറ്റേജിനനുസരിച്ച്. ഭരണം ടോട്ടൽ പിന്നെ ഇനി ഇല്ലല്ലോ, ഇനി ഭരിക്കാൻ വിചാരിച്ചാൽ സഹായിക്കാത്ത രൂപത്തിലുണ്ടാവും. പാർട്ടി തന്നെ ആകെ കംപ്ലീറ്റ് ശരിയല്ല. സുധാകരനാണെങ്കിലും മറ്റേ ഇവിടെ നോർത്തിലും സൗത്തിലും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഏതൊരു ഗവൺമെൻറ്റും 10 കൊല്ലം ഭരിച്ചാൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടിയില്ലല്ലോ. ആൾക്കാർ അത്ര വളരെ ബോധവാന്മാരാണ്, ഓരോ പോയിന്റും നോക്കും. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കോവിഡ്, വെള്ളപ്പൊക്കം, അങ്ങനത്തെ കിട്ടുന്നില്ല. അല്ല, ആ കിറ്റ് ഇപ്പോഴും കൊടുക്കില്ല. അതില്ല, ആ സമയത്ത് നമുക്ക് അതിർത്തിയിലൊരു പ്രശ്നം ഉണ്ടായി, വലിയ ത്രെട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കൂല. ആ സമയത്ത് ഗവൺമെൻറ് ഇപ്പം നിന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.